അസ്സലാമു അലൈക്കും. അധിക പ്രസംഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഒരു തൊപ്പി ഫൈസി എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതായ ഒരു ഫൈസിക്കാണ്. അങ്ങനെ ചെയ്യാൻ കാരണമുണ്ട്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, റമദാൻ മാസത്തിൽ യാതൊരു കാരണവുമില്ലാതെ മനുഷ്യനെ പാഞ്ഞു കടിക്കുന്നതായ ചില ആളുകൾ, ചില ഫൈസിമാർ, അവരെ എന്താണ് ചെയ്യുന്നതെന്നോ അവർക്ക് എന്താണ് വേണ്ടതെന്നോ ഒരാൾക്കും അറിഞ്ഞുകൂടാ. ആളുകൾ വെറുതെ മാന്തുക, ആളുകൾ വെറുതെ ചൊറിയുക, എന്തിന് സോക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സംഭവം എന്താന്ന് പറഞ്ഞാൽ, കഴിഞ്ഞൊരു ദിവസം ഈ മർക്കസിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരം, ആ സമരത്തിനെ സംബന്ധിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് വളരെ മസ്ലഹത്തോടുകൂടി സദ്ദേശത്തോടുകൂടി മാത്രം, അതായത് അവിടെ നടക്കുന്ന ആ സമരം പറഞ്ഞു തീർക്കുക, ഒത്തുതീർപ്പിലെത്തിക്കുകയാണ് വേണ്ടത്. കാരണം മർക്കസ് എന്തൊക്കെയായാലും ഒരു മുസ്ലിം സ്ഥാപനമാണ്, ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്നതാണ്. AP അബൂബക്കർ മുസ്ലിയാരോട് നമുക്ക് പലതരത്തിലുള്ള വിയോജിപ്പുകൾ, ശക്തമായ വിയോജിപ്പുകൾ ഉള്ളതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ സ്ഥാപനവും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് സമൂഹത്തിന് ഒരുപാട് പ്രയോജനമുണ്ട്. സമുദായത്തിന് ആയിരക്കണക്കിനായ ആളുകൾക്ക്, യുവാക്കൾക്ക് തൊഴിൽ, പഠനം, അതുപോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഈ മുസ്ലിയാക്കൾ എന്ന് പറയുന്ന ആ വിഭാഗം, അത് സമൂഹത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന, അവശത അനുഭവിക്കുന്ന, അതായത് ചൊറിയും വെറിയുമായി ചെള്ളുകുത്തി കഴിയുന്ന ഒരു വിഭാഗമായിരുന്നു. അവരെ സമൂഹത്തിൽ ഒരാൾ മുസ്ലിയാരാന്ന് പറഞ്ഞാൽ കല്യാണം പോലും, വിവാഹം കഴിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത കഴിഞ്ഞ ഒരു കാലത്ത് അത്രയും ദരിദ്രമായ പാവപ്പെട്ട വിഭാഗത്തിന് അന്തസ്സ് നൽകി അവർക്ക് നട്ടലുണ്ടാക്കി കൊടുത്തു. അവരുടെ കയ്യിൽ മൊബൈൽ ഫോണും, അവർക്ക് യാത്ര ചെയ്യാൻ ബൈക്കും, ഈ ഒരു സ്ഥിതിവിശേഷം വളരെ ചുരുക്കി പറയാം. ഇങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ചത് AP അബൂബക്കർ മുസ്ലിയാരുടെ സാന്നിധ്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ മതപരമായ അഭിപ്രായ കാര്യങ്ങളോടൊക്കെ നിശ്ചിതമായ, അതിനിയും ആവർത്തിച്ച് പറയുന്ന നടത്തല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ആളുടെ സ്ഥാപനത്തിൽ അദ്ദേഹത്തിനാണെങ്കിൽ ആളുകൾ വഞ്ചിച്ച് പണം എടുത്താട്ടേണ്ട ആവശ്യവുമില്ല. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമുക്കത് പറഞ്ഞു തീർക്കാമെന്ന് വളരെ മസലത്തോടുകൂടി പറഞ്ഞതിന് യഥാർത്ഥത്തിൽ ഞാൻ എന്റെ ഈ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടാവാം, വിയോജിപ്പുള്ളതായ അതിന്റെ വിദ്യാർത്ഥികൾ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവരോട് കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവർക്കത് ബോധ്യമാകുകയും ചെയ്തു. സമര നേതാക്കളിൽ ഒരാൾ എന്നെ വിളിച്ചു, MSF നേതാവ്, വിദ്യാർത്ഥി സമരക്കാരനും വിളിച്ചു. ഇവിടെ ഈ പറയുന്ന ഫൈസി ആവട്ടെ, അയാൾ ഇതിനൊക്കെ പകരം എന്നെ സംബന്ധിച്ച് എന്തൊക്കെ അസംബന്ധങ്ങളാണ് റമദാനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നത്. അദ്ദേഹം പറയാം, ഇയാൾ പറയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ, ഈ റമദാൻ മാസമാണ് എന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള അധാർമികതക്കും ഇതുപോലെയുള്ളതായ തൻപോരിമക്കുമെതിരെ പൊരുതുക എന്നതും അതിന്റെ ഒരു ഭാഗമാണ്. അതായത് ബദറും റമദാൻ മാസം സംഭവിച്ചതാണല്ലോ, അതുപോലത്തെ ഒരു ബദറാണ് അത്രേ എന്റെ നേരെ നടത്തുന്ന. ഞാൻ എന്തിനാണ് ഞാൻ എന്ത് അധർമ്മം അവിടെ പ്രവർത്തിച്ചത്? വിശുദ്ധ ഖുർആൻ പറയുന്നത് മുസ്ലിങ്ങളിൽ രണ്ട് വിഭാഗങ്ങളുണ്ട്. ത്വായിഫത്താരി മിൻകും, നിങ്ങളിൽ രണ്ട് വിഭാഗങ്ങൾ ഇസ്തത്തല, പരസ്പരം പോരടിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഫാസിലി ബൈനഹുമാ, നിങ്ങൾ അവരെ പറഞ്ഞ് അവരുടെ ഇടയിൽ സൗഹാർദ്ദം സ്ഥാപിക്കാൻ ശ്രമിക്കണം. ഞാനെന്ന ദുർബലനായ വ്യക്തിക്ക് അതിന് കഴിവില്ലാതെ എനിക്കറിയാം. പക്ഷേ അന്നാരക്കണ്ണന് തന്നാലായത് എന്ന രീതിയിൽ പറ്റിയതായ ആൾക്കാരുമായി നമുക്ക് ബന്ധമുണ്ട്. അത്തരം ആൾക്കാരെ ബന്ധപ്പെടാം. സംസ്ഥാന മന്ത്രിസഭയിൽ നമ്മുടെ ആൾക്കാരുണ്ട്, അവരുമായി ബന്ധപ്പെടാം. ശ്രീ പിണറായി വിജയന് മുമ്പിൽ വിഷയം അവതരിപ്പിക്കാം. ഇതൊക്കെ അതിന്റെ വിശദമായ സാധ്യതകളാണ്. അപ്പൊ ഇതൊന്നും പരിഗണിക്കാതെ ഇതാണ് അധാർമികത. റമദാൻ മാസത്തിൽ എന്ത് അധാർമികത? അയാൾ കയറി പിടിച്ച് ഇങ്ങനെ കോട്ടുമല ഒരു കോട്ടിട്ട് വന്നിരിക്കുന്നു. എന്താ എനിക്ക് കോട്ടിടാൻ പാടില്ല? ഏത് ചാനൽ അവതാരകന്മാരെ കോട്ടിടാത്തത്? ഏഷ്യാനെറ്റിലെയും മനോരമയിലും മീഡിയ മണ്ണിലെയും മറ്റും അവതാരകരാരും കൂട്ടിടുന്നില്ല. അവരൊക്കെ ജന്മനാ കൂട്ടുമായി ധരിച്ചവരാ. വേണ്ട, ഈ തൊപ്പി തൊപ്പിയുമായിട്ടാണ് ഗർഭാശയത്തിൽ പുറത്തേക്ക് വന്നത്. അയാൾക്ക് തൊപ്പിയാവാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് കൂട്ടിട്ടുകൂടാ? ഞാൻ ഇന്ത്യൻ അംബാസഡർ, ഇന്റർപ്രിറ്ററായിരുന്നു ഗൾഫിൽ. അക്കാലത്ത് 1974-75 കാലഘട്ടത്തിൽ ഞാൻ കോട്ട് വിട്ടിട്ടും ടൈ കെട്ടിക്കൊണ്ടാണ് മറ്റുള്ള അംബാസഡർമാരെയും മറ്റുള്ള മന്ത്രിമാരെയും കാണാൻ പോയിരുന്നത്, ആ പരിഭാഷയ്ക്ക് വേണ്ടി പോയിരുന്നത്. അതെന്താ ഒരു വലിയ കാര്യമാണ് ഈ കോട്ട് എന്ന് പറയുന്നത്? ഏത്തം കോട്ടിട്ടില്ല കേരളത്തിൽ. നമ്മളെ സുലൈമാൻ മുസ്ലിയാർ പറഞ്ഞ മാതിരി കോട്ടിട്ടാൽ ആൾ മൂപ്പരാകുമെങ്കിൽ ഏത്തം മൂപ്പരാട്ടെ തന്നെ അദ്ദേഹം പോയിട്ട് ഒരു ഏത്തത്തിന് കോട്ടിട്ടു. കോട്ട അത്ര വലിയ കാര്യം? എവിടുന്നോ ഒരു കൂട്ട് സംഘടിപ്പിക്കുന്ന കാര്യം? ഇത്രയൊക്കെ നാണം കെട്ട രീതിയിൽ നമ്മളുടെ ഈ കോളത്തിന് തന്നെ മലീമസമാക്കുന്ന രീതിയിൽ മറുപടി പറയാൻ വിഷമം തോന്നുക. എന്താ ഇതിനൊക്കെ ആവശ്യം? ഇതാണോ ഒരു ഇസ്ലാമിക പ്രവർത്തന രീതി?
പിന്നെ രണ്ടാമത്തെ വാചകം ഈ ഗാന്ധി ചക്രം കാണുമ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് മോഹലാസ്യപ്പെട്ട് വീണു. എന്നിട്ട് ആരാ എൻ്റെ അടുത്ത് ആസ്പത്രി കൊണ്ടുപോയത്? ഏത് ആസ്പത്രിയിൽ നിന്നെ പ്രവേശിപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ ഞാൻ എത്രയോ കാലമായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ ഡോളറും റിയാലും ഒക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ. നാടൊക്കെ വീണ് നടക്കണ്ടേ? മറ്റേ ഫിക്സ് രോഗികളെ മാതിരി മോഹലാസ്. ഇതൊക്കെ അവനവന്റെ മനസ്സുകൾ അവനവൻ തിന്നുന്നത് നമ്പൂരി പറഞ്ഞാൽ വലിച്ചെറിയാന്നല്ലാതെ എന്താ? ഈ പറയുന്ന കക്ഷിക്ക് എവിടെ നിന്നാണ് ഇപ്പം അയാൾക്കുള്ളതായ സൗകര്യങ്ങൾ എങ്ങനെ ഉണ്ടായി? ഒരു അന്വേഷണം നടത്തട്ടെ. അയാൾ പിന്നെ ഫ്രീ ആയിട്ടാണോ, നിഷ്കാമ കർമ്മമാണോ അയാൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയാൾ പലതിനും ആളാണല്ലോ. അതൊക്കെ വെറുതെ ഇങ്ങനെ ചെയ്ത് പൈസ എടുത്ത് അയാൾ പിന്നെ ഈ ബസ് യാത്ര ചെയ്യുന്നു, വിമാനയാത്ര ചെയ്യുന്നു, ഗൾഫിലേക്ക് ഇടക്കിടക്ക് പോയി വരുന്നു, സ്വന്തം കാശ് എടുത്ത്. അതാണോ ശരി? ഞാൻ എങ്ങനെ ഇന്നുള്ള അവസ്ഥയിൽ വളരെ ലളിതമായ അവസ്ഥ എനിക്കുണ്ട്. നല്ലൊരു വീടുണ്ട്, വീട്ടിൽ എൻ്റെ മക്കളുണ്ട്, മക്കൾക്ക് നാലർക്കും വീടുണ്ട്, അവർക്കൊക്കെ കാറുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായതാ? ഇതെങ്ങനെ ഞാൻ ഗാന്ധിന്റെ ചക്രം അല്ലെ? എനിക്ക് ആരാ ഗാന്ധി ചക്രം തരുന്നത്? ചാനൽ ചർച്ചയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ചർച്ച പോയിട്ടുണ്ടെങ്കിൽ ഒരു പച്ചവെള്ളം കിട്ടാറുണ്ടോ? ഒരു ചാനലിൽ ഏതെങ്കിലും ചാനൽ ചർച്ച പോയാൽ ദർശന ടി വിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പെട്രോളിനുള്ള പൈസ അത് എത്രയാണ് അതിനെ പറ്റി ഞാൻ വിശദം പറയുന്നില്ല. പിന്നെ ഇയാളോട് ലൈക്ക് ചെയ്ത ആൾക്കാരും നാണയം കണ്ടാൽ ആരോടെ നിങ്ങൾ ഇത്തരം കാര്യം പറയുന്നത്? ഞാനതേപോലെ ഈ നാണയം കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പാവപ്പെട്ട അന്ധവിശ്വാസ ആളുകളെ ഏതെങ്കിലും അവിടെയും ഇവിടെയും ഈ ഖബറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവരെ ബസ്വലിന്റെ പൈസ പിടുങ്ങേ, അല്ലെങ്കിൽ അതുപോലെ തന്നെ യാറത്തുമ പോയി ഊതിയേ, അല്ലെങ്കിൽ നൂല് മന്ത്രിച്ചു കൊടുക്കേ, ഉറുക്ക് എഴുതിയേ, അമ്മ അതിലൊന്നും ചെയ്തില്ല. കോഴി അറുത്തുനിന്നല്ല ആ പൈസ ഉണ്ടാക്കിയത്. ഞാൻ ഒരിക്കലും ജീവിതത്തിൽ മൗലൂദ് ഓതിയില്ല. അങ്ങനെ എനിക്ക് മൗലൂദ് ഒഴിവാക്കിയ പൈസ ഇട്ടിട്ടില്ല. ഞാൻ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പൈസ വാങ്ങിയിട്ടില്ല. ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഇന്നുവരെ ഒരു ഉറുപ്പ്യ കിട്ടിയിട്ടില്ല. പൈസ ആട്ട് പോയിട്ടേ ഉള്ളൂ. അവരെ കബറടക്കാനൊക്കെ കൊടുത്തതല്ലാതെ. എവിടെയെങ്കിലും ഒന്ന് മരിച്ചാൽ പൈസ, അവിടെ പോയി യാസീൻ ഓതിയാൽ പൈസ, അവിടെ പോയി ഫാത്തിഹ ഓതിയാൽ പൈസ, ഫാത്തിഹ ഓതാതിരുന്നുണ്ടെങ്കിൽ അതിന് കുറ്റം, യാസീൻ ഓതിയില്ലെങ്കിൽ കുറ്റം, കബറിൽ പോയി ഇതാക്കുന്ന പൈസ. ഇങ്ങനല്ലേ ഈ വലിയ ഈ ഗാന്ധി ചക്രം വാങ്ങുന്നത്? ഇമാതിരി ആൾക്കാരാണോ മറ്റുള്ളവരെ പറ്റി കൈമുട്ടില്ലാത്തവൻ പിന്നെ മറ്റേ ചെറുവിരലില്ലാത്തവൻ ഇവിടെ ചെറുവിരൽ പൂർണ്ണമായിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഉണ്ടായത്? ഞാൻ ഈ ഫൈസിയെ സംബന്ധിച്ചോ മറ്റേ ഏതെങ്കിലും ഫൈസിയെ പറ്റിയോ വല്ല പരാമർശം എൻ്റെ അതിൽ നടത്തിയോ? ഞാൻ ദർശന ടി വിയിൽ പറഞ്ഞത് ആ കാര്യം മസ്ലഹത്തോടുകൂടി തീർക്കണം എന്നാണ്. അതിനെന്തിനാ പിന്നെ എൻ്റെ ഒരു പഴയ കഥകൾ എവിടെയും ഇല്ല. ഞാൻ എവിടെ ഇല്ലാത്തത്? എവിടെ ഇല്ലാത്തത്? ഞാൻ മാധ്യമത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. മാധ്യമത്തിൽ നിന്ന് പോകുന്നതിന് ശേഷം ഞാൻ എവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ 7.5 കൊല്ലം മാതൃഭൂമി ദിനപത്രത്തിൽ തുടർച്ചയായിട്ട് ലേഖനം എഴുതി. ഒരു കോളം നേർക്കുനേർ. മലയാളത്തിൽ ആരാണ് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ മാതൃഭൂമി പോലത്തെ പത്രത്തിൽ 1 കൊല്ലം തുടർച്ചയായി കോളം എഴുതിയത്? ഇസ്ലാമിനെ എതിർക്കുന്നതായ ചില വ്യക്തികൾക്ക് അമീദിനും കാർശ്ശേരിക്കും മാഷുക്കും ഒക്കെ അതിലൊരു അവസരം കിട്ടാറുണ്ട്. അതും കുറഞ്ഞ സ്ഥിരം കോളല്ല. അപ്പോൾ എവിടെയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്? പിന്നെന്താ വേണ്ടാത്ത വൃത്തികേട് പറയുന്നത്? എന്നെ പിന്നെ പത്രാധിപരായിട്ട് ഒന്നിലധികം സ്ഥാപനങ്ങൾ ക്ഷണിച്ചതിന് കടലാസ് എൻ്റെ കയ്യിലുണ്ട്. അത് പറയാനുള്ള കാരണം ഇയാൾ മാത്രമല്ല, ഇയാളൊരു കൂട്ടുകാരനുണ്ട്. അയാൾക്ക് ഇവിടെ ഈ മുടി പ്രശ്നത്തിൽ EK വിഭാഗം സംഘടിപ്പിച്ചൊരു യോഗം ഏപ്പിനെ പറ്റിയാ പറയേണ്ടത്. പറഞ്ഞത് മുഴുവനും മുടിനെ എതിർത്ത് തന്നെ എൻ്റെ വീട്ടിന് മുമ്പിൽ സ്റ്റേജ് കെട്ടിയിട്ട് എവിടെയും ഇല്ലാത്തവൻ അങ്ങനെ തെറി പറയുന്നുണ്ട്. ഇവർക്ക് തെറി പറയാനുള്ള ലൈസൻസ് ആരാ കൊടുത്തത്? ഇതൊന്നും അള്ളാഹു തആല ചോദിക്കൂല. ഇത്തരം തെറികൾ സായി കെട്ടിട്ട് അത് പണ്ട് പിന്നെ ഞാനൊരു അറവുകാരന്റെ കഥ പറയാറുണ്ട്. അടുത്ത് വന്ന് ശല്യം ചെയ്തിട്ട് അവസാനം പിന്നെ ഈ അറുത്ത മൃഗത്തിന്റെ കാൽമുട്ടെടുത്ത് ഒരു ഒറ്റ അടിയം കൊടുത്തു ഒന്ന് അടങ്ങാൻ. ഇതിങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. അവസാനമില്ലാതെ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കേ, ആവശ്യമില്ലാതെ പാഞ്ഞു കടിക്കുക. എന്താ പേനായ കടിച്ചിട്ടുണ്ടോ? പിന്നെ ഞാൻ എവിടെയില്ല ഞാൻ എനിക്ക് നിങ്ങൾ സ്ഥലം ഉണ്ടാക്കണ്ട. ഒരു തലയെ തൊപ്പിയിട്ടുണ്ടെങ്കിൽ തൊപ്പിയിട്ട് ഒരു താടി ഒരാഴ്ച ചെയ്ത് ചെയ്യാൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒന്നിൽ എവിടെയാവാൻ കഴിയില്ല. കോൺഗ്രസിൽ അല്ലെങ്കിൽ CPM-ൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ എന്താണ് എന്നെ ക്ഷണിച്ചിട്ട് അവിടെ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞത്? ഞാനും പിന്നെ വയലാർ രവി മാത്രമാണ് ആ യോഗത്തിൽ പ്രസംഗിച്ചത്. എങ്ങനെ സംഭവിച്ചു? അതെങ്ങനെ സംഭവിച്ചത്? ഈ കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ചേർന്നതായ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സമ്മേളനത്തിൽ ഞാൻ മുഖ്യാതിഥിയായിരുന്നു. എന്താ എന്റെ പ്രത്യേകത? ആർക്കും വേണ്ടാത്തത് എന്നുള്ള എടുക്കാത്ത നാണയമാണെങ്കിൽ അതിന് മുഖ്യാതിഥിയാവുക. അവിടെ അന്ന് പിന്നെ ചെന്നിത്തല മുതൽക്ക് കോൺഗ്രസിന് എല്ലാ നേതാക്കന്മാരുണ്ട്. എങ്ങനെയാണ് അവരവസരം കിട്ടിയത്? ഇടതുപക്ഷം അന്ന് പിന്നെ ഈ സുബ്രഹ്മണ്യ പോറ്റി അവാർഡ് അന്ന് VS അച്യുതാനന്ദന് നൽകുമ്പോൾ പിന്നെ തിരുവനന്തപുരത്ത് ആ സമ്മേളനം
അതിൽ വെച്ചിട്ട് പ്രാസംഗികനാരാ അന്ന് പിന്നെ ജസ്റ്റിസ് അഹമ്മദിയും അതുപോലെ തന്നെ പിന്നെ വീരേന്ദ്രകുമാറും ഞാനും പ്രാസംഗികന്മാർ. ഈ പറയുന്ന തൊപ്പി വയസ്സി പിന്നെ സ്വന്തം തന്നെ വെച്ചിട്ടുണ്ടാക്കിയത് സ്വന്തം സംഘടനയുടെ പേരിൽ സ്വാഗതം പറഞ്ഞു നടന്നല്ല ഇത്തരത്തിലുള്ള ഏതെങ്കിലും യുവത ജീവിതത്തിൽ പ്രസംഗിച്ചിട്ടുണ്ടോ? പറയേ. പിന്നെന്താ എവിടെയില്ലാത്തവനും ആർക്കും വേണ്ടാത്തവനും നടന്ന് അതിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടോ? CPM-ന്റെയോ കോൺഗ്രസിന്റെയോ എവിടെയെങ്കിലും യോഗത്തിൽ വേണ്ട മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജയിച്ചു പോകുമെന്ന് കണ്ടാൽ ജയം CPM-ന് അല്ല ഈ AP വിഭാഗത്തെയും EK വിഭാഗത്തെയും അടുപ്പിക്കുന്നു കണ്ടപ്പോൾ അത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിനെ തോൽപ്പിക്കാൻ വേണ്ടി കാലുവാരിയ ആളല്ലേ? ഇമാതിരി കാര്യങ്ങളൊന്നും പറയിപ്പിക്കരുത്. പണ്ട് ജോലി ചെയ്തിരുന്നതായ ചിസ്തിയ മദ്രസ കാരന്തൂർ എന്തിനാ അവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് മനുഷ്യന്മാരൊക്കെ പറയാൻ ധൈര്യമുണ്ടോ? ഭാരവാഹികളോട് ചോദിച്ചിട്ട് കരുതണം. പോസ്കോ എന്ന് പറയുന്നതായ നിയമമുണ്ട്, അതൊക്കെ മനസ്സിലാക്കിയിട്ടേ സംസാരിക്കാവൂ. ഇതൊക്കെ അറിയുന്ന ആൾക്കാർ ഇവിടെ ഇപ്പോഴും ബാക്കിയുണ്ട്. അതുകൊണ്ട് ഈ തരത്തിലുള്ളതായ വില കുറഞ്ഞതായ ആരോപണം അത് ആരുടെ നേരെ ഈ തരത്തിലുള്ള പാഞ്ഞു കയറ്റം നല്ലതല്ല. വേറെയും കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതായിരിക്കണമെങ്കിൽ ഇത്തരമൊക്കെ പ്രശ്നം വിഷയത്താധിഷ്ഠിതമാക്കാൻ ശ്രമിക്കുക. റമദാന്റെ പരിശുദ്ധി കേടുവരുത്തരുത്. അത് എല്ലാവർക്കും ബാധകമാണ്, എനിക്കും ബാധകമാണ്. ഇത്രയും തന്നെ പറഞ്ഞത് വലിയ വേദനയോട് കൂടിയാണ്. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല.